യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങളെ അവനിലാക്കിയിട്ട് സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. യെസ്. എപ്പോൾ? നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായപ്പോൾ, നാം അവൻ്റെ മരണത്തിൽ വിശ്വസിച്ചപ്പോൾ. നിങ്ങളെ വെള്ളത്തിലേക്ക് മുക്കി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ അവൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും കൂടെ നിങ്ങൾ ഏകീഭവിച്ചിരിക്കുന്നു. സ്വർഗം അത് ക്രിസ്തുവേശുവിൻ്റെ കൂടെ മരണത്തിൽ പങ്കാളിയായെന്ന് എഗ്രി ചെയ്യുകയാണ്. നിങ്ങളത് ചെയ്തപ്പോൾ സ്വർഗം എങ്ങനെ കാണുന്നതെന്നറിയാമോ? 2000 വർഷങ്ങൾക്ക് മുമ്പേ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടൊപ്പം നിങ്ങളും മരിച്ച് നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. എത്ര വലിയ ഭാഗ്യ പദവിയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് പറയുക, നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നേ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഇടമായ ഉയരത്തിലാണ് നിങ്ങളിരിക്കുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉയരത്തിലാണ് നിങ്ങളിരിക്കുന്നത്. ക്രിസ്തുവിൽ ഇരുന്നുകൊണ്ട് ഒരാൾ ആ പ്രശ്നത്തെ നോക്കിയാൽ പ്രശ്നമല്ല വലിയത്. നിന്റെ പ്രശ്നം നിന്റെ കാൽ ചുവട്ടിൽ ചെറുതായിട്ട് തോന്നും. ക്രിസ്തുവിന് പുറത്ത് നിൽക്കാതെ ക്രിസ്തുവിനകത്തോട്ട് നീ കയറിക്കണം. അതിനകത്ത് സംരക്ഷണമുണ്ട്, അതിനകത്ത് സൗഖ്യമുണ്ട്, അതിനകത്ത് സമൃദ്ധിയുണ്ട്, അതിനകത്ത് ഉയർച്ചയുണ്ട്, അതിനകത്തൊരു അഭിഷേകമുണ്ട്. അത് ചിലരുടെ മേൽ പകരാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഇതെങ്ങനെയാ സാധ്യമാക്കുന്നതെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നിക്കോദീമോസ് യേശുവിനോട് വന്ന് ചോദിക്കുക, എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അതിനെന്തോ ചെയ്യണം എന്ന് ചോദിക്കുമ്പം യേശു പറയുന്നൊരു കാര്യമുണ്ട്. നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കടപ്പാൻ നിനക്ക് കഴിയുകയില്ല. എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? നമ്മളെപ്പോലെ അദ്ദേഹത്തിന് സംശയമായി. അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് ഇനി ഞാൻ എങ്ങനെ ജനിക്കാനാ? എൻ്റെ പൊന്ന് യേശുവേ, ഗുരുവേ, ഉപദേഷ്ടാവേ, പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ യേശു പറയുക, വചനത്താലും വെള്ളത്താലും ജനിക്കുന്നവനാണ് പുതിയതായി ജനിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പം തോന്നുകയാണ് ഈ സത്യമാണിത് പറയുന്നത്, യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ശക്തി വ്യാപരിക്കുകയും നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി സമർപ്പിക്കും. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങളെ വിളിക്കുന്ന പദമാണ് പുതിയതായി ജനിക്കുക, വീണ്ടും ജനിക്കുക. സ്നാനപ്പെടുന്ന ശുശ്രൂഷയിൽ ആ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ, അമ്മയുടെ ഉദരത്തിനകത്ത് വെള്ളത്തിൽ കിടന്ന കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരു പുതിയ കാഴ്ച, പുതിയ ലോകം, പുതിയത് താൻ കാണുന്നത് പോലെ ആ വെള്ളത്തിൽ നിന്ന്, യേശുവിൽ നിന്ന് ജനിച്ചവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ ചിലത് പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങളെ, പുതിയ അത്ഭുതങ്ങളെ ഒരുക്കുകയാണ്. ഈ പുതിയതായി ജനിക്കുക, പ്രാർത്ഥനയ്ക്ക് പോകുക, സ്നാനപ്പെടുക, ഇതൊക്കെ മതത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്ന എന്തെങ്കിലും തോന്നൽ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് അതിനെ വെട്ടി മാറ്റിയിട്ട് പറയണം, യേശുവിലാകുന്ന വലിയ പ്രക്രിയയാണ് ഇതെന്ന് മനസ്സിലാക്കണം.